തനിയെ ഏങ്ങുന്നിതാ. ക്യാഷ് ചെക്കാണ് അതോ ഞാൻ ബാങ്കിൽ പോയിട്ട് പണം എടുത്തോണ്ട് വരണോ? വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടില്ല. വേണ്ട ഹരി. ചെക്ക് വാങ്ങിയില്ല. ഇത് 25 ലക്ഷം ഉണ്ട്. ഇനി എത്രയാന്ന് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ബാക്കി ക്യാഷ് തരാം. പറയാം. ഹരി, ഇത്രയും ഫോർമലായിട്ട് പെരുമാറാൻ ഹരിപ്രസാദിന് എങ്ങനെ കഴിയുന്നു? ആന്റി തമാശ പറയാണ്. ആവശ്യമില്ലാത്ത ഫോർമാലിറ്റികൾ കാണിച്ചത് ഞാനല്ല. തുറന്നു പറയായിരുന്നു നിങ്ങൾക്ക് വീടിന്റെ കാര്യം. ഒരുപക്ഷെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നാലും അതിൻ്റെ ഒരു മാന്യതയുണ്ടായിരുന്നു. അത് പോട്ടെ, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതുപോലെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ ഞാൻ അറിയാത്തതായിട്ട്? പലവട്ടം ആലോചിച്ചതിന് ശേഷമായിരിക്കും ഹരിയേട്ടൻ നമ്മളോട് പണത്തിന്റെ ആവശ്യം പറഞ്ഞത്. അയാൾക്ക് നല്ല ടെൻഷനുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ താമസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ നോട്ടത്തിൽ ഹരിപ്രസാദിന്റെ ദുരഭിമാനമായിരിക്കാം. അതുകൊണ്ട് മറ്റൊരാൾക്ക് അയാളുടെ ധർമ്മസങ്കടം കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നാമതേ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും പുള്ളിക്ക് പരിചിതമല്ല. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ള ഒരു വീട്ടിലല്ല ഹരിയേട്ടൻ വളർന്നത്. ചെന്നുപെട്ട ബന്ധം ശരിയായില്ലെന്ന് തോന്നുന്നു. എത്തിച്ചേരുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ മറ്റൊന്നാവുമായിരുന്നില്ല. നാടകം പഠിച്ചതല്ല. ജി ശങ്കരപ്പിള്ള സാറിനെ പോലെ ഒരാളുടെ കയ്യിൽ ചെന്നുപെട്ടതാണ് ഭാഗ്യം. പലപ്പോഴും ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സർക്കാർ ജോലിക്ക് വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ലേ? താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ശ്രമിച്ചില്ല. ഒരു അപ്ലിക്കേഷൻ പോലും അയച്ചിട്ടില്ല. വില്ലേജ് ഓഫീസിലെ LD ക്ലർക്ക് മുതൽ ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറി വരെ ഗുമസ്തന്മാരാ. ഗ്രേഡിലും ശമ്പളത്തിലും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഗുമസ്ത പണിക്ക് പോണ്ടാന്ന് തോന്നി. വീട്ടിൽ അതുപോലെ ചുറ്റുപാടുള്ളവർക്ക് ഇത്തരം പോളിസികളൊക്കെ സ്വീകരിക്കാം. ജോലിക്ക് പോയില്ലെങ്കിൽ വീട് പട്ടിണിയാവുന്നുള്ള സാഹചര്യമാണെങ്കിൽ ഗുമസ്തപ്പണിക്കായാലും പോയേനെ. എതിർക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്റെ മാത്രം വിഷയമല്ല. പഠിച്ച സബ്ജക്റ്റുമായി ഒരു ബന്ധവുമില്ലാത്ത ജോലിയാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിന്റെ ഒരു ഗതികേടാണത്. MA മലയാളം പാസ്സായ പാർട്ടിക്ക് കിട്ടുന്നത് KSRTCയിലെ കണ്ടക്ടറുടെ ജോലിയാ. അയാൾ പഠിച്ച ഭാഷയും വ്യാകരണം കൊണ്ട് എന്ത് പ്രയോജനം? ബസ്സിൽ ബാക്കി കിട്ടാനുള്ള യാത്രക്കാർക്ക് മഞ്ജരി വൃത്തത്തിന്റെ ലക്ഷണം പറഞ്ഞു കൊടുക്കാം. പറഞ്ഞ കാരണങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ കൊള്ളാം. എന്നാ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ പോയത്? നാടകത്തെ പറ്റി കൂടുതൽ അറിയാനും അന്വേഷിക്കാനും അക്കാഡമിക്കലായി പഠിക്കണമെന്നില്ല. അവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് ദൂരദർശനിലും ആകാശവാണിയിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. പഠിച്ച സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള ജോലികളാ അത്. അപ്പോ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഓരോ ന്യായങ്ങളൊക്കെ പറയുന്നേ ഉള്ളൂ. ഞാൻ ഇനി ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കണം എന്നാണോ താൻ പറയുന്നത്? ഏജ് ഓവറായി പോയില്ലേ? ഹരിപ്രസാദിനെ പറ്റി പറഞ്ഞ് റൂട്ട് മാറിപ്പോയി. അയാൾ ചെന്നപ്പെട്ട റിലേഷൻ അവിടെ ഓക്കെ അല്ലാന്ന് തോന്നുന്നു. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. ചില സൂചനകളല്ലാതെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും സുപ്രിയയുടെ രീതികളുമായി ഹരിയേട്ടന് പൂർണ്ണമായും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. വെറുതെ നിന്ന് ഹരിപ്രസാദിനെ കല്യാണത്തിന് വേണ്ടി നമ്മളും കുറെ നിർബന്ധിച്ചിട്ടുണ്ട്.
പക്ഷേ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ഒരുപക്ഷെ ഒരു കാര്യത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും നിരാശ അനുഭവിക്കുന്നതും ഇപ്പോഴായിരിക്കും. താനുമായിട്ടുള്ള കല്യാണം നടക്കാതിരുന്നതിൽ. എങ്കിൽ മറ്റൊന്നാവുമായിരുന്നു ഹരിപ്രസാദിന്റെ ജീവിതം. അതിലയാൾക്ക് നഷ്ടബോധം തോന്നുന്നുണ്ടാവും. അറിയില്ല, അത്തരത്തിൽ ഞാൻ ആലോചിച്ചിട്ടുമില്ല. അതൊരു ആവശ്യമില്ലാത്ത ആലോചനയാ. അങ്ങനെയുള്ള വിലയിരുത്തലുകൾ കേൾക്കാനും സുഖമില്ല. എന്നാലും എത്ര രൂപയാ മനീഷേ ഹരിപ്രസാദിന് നന്ദനയുടെ ഭർത്താവ് കൊടുത്തത്? 1 കോടിയെങ്കിലും കൊടുത്തു കാണുമെന്നാ കടയിലെ സ്റ്റാഫ് പറയുന്നത്. 1 കോടിയോ? ഉദയോർമ്മ ദാനം ചെയ്ത അത് മഹാദാനമായിരിക്കും പോലും. അയാൾ ആരാ, കർണനോ വാരിക്കോരി കൊടുക്കാൻ? കർണനും കണ്ണപ്പനും ഒക്കെ ഇഷ്ടം പോലെ ഡൊണേഷൻ കൊടുക്കുക. അവരധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തൊന്നും അല്ല ദാനം ചെയ്യുന്നത്. ഒന്നെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്ത്, അല്ലെങ്കിൽ അച്ഛനോ അപ്പൂപ്പനോ സമ്പാദിച്ച സ്വത്ത്. അതെടുത്ത് വല്ലവർക്കും കൊടുക്കുന്ന ഒരു രസ. ഉദയവർമ്മയുടെ കാര്യം അത് തന്നെ. പുള്ളിക്കാരൻ മേലനങ്ങിയിട്ട് ഇതുവരെ 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ല. അപ്പൊ എടുത്ത് ദാനം ചെയ്യാലോ. കടമായിട്ടായിരിക്കും കൊടുത്തത് മനീഷേട്ടാ. പലിശ സഹിതം തിരിച്ചു കിട്ടുമല്ലോ. അയ്യോ, അതെ, നീയൊന്നും മിണ്ടാത്തത് എന്താ? നാക്കെടുത്ത് പണയം വെച്ചോന്ന് ഞാൻ ചിന്തിച്ചിരിക്കുവായിരുന്നു. എന്തായാലും മിണ്ടി. അയ്യോ, എനിക്ക് സമാധാനമായി. ചെമ്പരിക്കിലെ പയ്യന് ഉദയവർമ്മ വായ്പയായിട്ടായിരിക്കുമോ കൊടുത്തത്? എവിടെ, ഒരിക്കലുമല്ല. നീ എന്തോന്നല്ലേ പറഞ്ഞ് പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്നാ? എടി പൊട്ടി, ഹരിപ്രസാദിന് അളിയൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്ദനയുടെ ശുപാർശ കൊണ്ട് തന്നെ ആയിരിക്കും. അതിന് പലിശയോ ഹരി കൊടുക്കുവോ? അവര് വാങ്ങിക്കോ? പലിശ പോയിട്ട് മുതൽ പോലും തിരിച്ചു കിട്ടില്ല. 1 കോടി ഇല്ലെങ്കിലും 50 ലക്ഷമെങ്കിലും കൊടുത്തു കാണൂല്ലേ? ഒരു വീട് വാങ്ങിക്കാനല്ലേ? ഞാൻ ചെമ്പരിക്ക വരെ ചെന്ന് ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ? ഓ, ഇവളെ പോലെ ലൈലയുടെ അമ്മയെ ഏപ്രിൽ ഫൂൾ വർത്താനം പറയല്ലേ. അങ്ങോട്ട് എന്ന് ചോദിച്ചാ അവരുടനെ സത്യം പറയൂ. മനീഷേട്ടന് നന്ദേച്ചോടൊന്ന് ചോദിച്ചറിയായിരുന്നു. അതാ ഉള്ള കാര്യം അവരാരും പറയില്ല. മറ്റൊന്നുണ്ട്, ഉദയേട്ടന്റെ പണം പുള്ളിക്കാരന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. അതിന് നമുക്കെന്താ? എന്റെ ദേവി, ഓഗസ്റ്റ് മാസമായിട്ടും ഇവളുടെ വിവരദോഷം മാറിയില്ലല്ലോ. എടി പെണ്ണേ, ഉദയവർമ്മയുടെ പണമെന്ന് പറയുമ്പോ അത് നന്ദനയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. അങ്ങനെ നന്ദനയ്ക്ക് അവകാശപ്പെട്ട പണത്തിന്റെ 1 പങ്ക് മനീഷിനുള്ളതാ. അതായത് നിങ്ങൾക്കുള്ളതാ. അത് ചെമ്പരിക്കിലെ രേണികയുടെ മോൻ അനുഭവിക്കണോ? അവൻ ഭയങ്കര പുള്ളിയാ ഹരിപ്രസാദ്. അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ കാശിന് ഉദയേട്ടന്റെ അടുത്ത് പോയി അവൻ കൈനീട്ടുവോ? പുതിയ വീട് വാങ്ങിക്കാനാണെന്നും പറഞ്ഞ് മനീഷ് ഒന്ന് പോയി നോക്കിയാലോ? എനിക്കൊരു സംശയം, നിങ്ങൾ അമ്മയാണോ മോളാണോ ആദ്യം ഉണ്ടായത്? ഓ, അബദ്ധങ്ങൾ മാത്രമേ എഴുന്നള്ളിക്കുന്നു വെച്ചാ. അമ്മയ്ക്കും ലൈലയ്ക്ക് ഈ 2 സാരി, ഹരിപ്രസാദിന് ലക്ഷക്കണക്കിന് രൂപ. ഇതിന് ഞാൻ കണക്ക് പറയുന്നുണ്ട്. അവസരം വരട്ടെ, ആ ഹരിപ്രസാദിനെ കാണുന്നുണ്ട്. അവനത്ര മിടുക്കനൊന്നും ആവണ്ട. വഴക്കിനൊന്നും പോവണ്ട മനീഷേട്ടാ. വഴക്കിനല്ലല്ലോ, ഞാൻ അവനെ പ്രണയിക്കാനല്ലേ പോകുന്നത്. ഒന്നും മിണ്ടായിരിക്കടി. എടി, ശേഖരമ്മാവന്റെ വീട്ടിൽ പോയിട്ട് അമ്മ വിളിച്ചില്ലേ? വൈകിട്ടേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഇപ്പൊ നീ കാര്യങ്ങളൊന്നും പറയണ്ട. സമയാവട്ടെ, എന്നിട്ടറിയിക്കാം. അത് മതി. ഗുരുവായൂർക്ക് പോകുന്നത്? പോവാം. കണ്ണന് ഞാനൊരു തുലാഭാരം നേർന്നിട്ടുണ്ട്.
കൊണ്ട് തുമ്പിക്കൊരു തുലാഭാരം. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മാറാനാ. എന്തിനാ തുമ്പിക്ക് മാത്രം ആക്കിയത്? 3 പേർക്കും കൂടി തുലാഭാരം തൂങ്ങായിരുന്നല്ലോ. ഒരു 150 കിലോ പഞ്ചസാരയുടെ വില പോയി കിട്ടിയനെ. പഞ്ചസാരക്ക് ഇപ്പോ വിലയും കുറവാ. ഗുരുവായൂർ മാത്രമല്ല, നാട്ടിലും പോണം. പനിക്കൽ ഒരു ദിവസം തങ്ങണം. താഴൂരമ്പലത്തിലെ കുഞ്ഞിനെ തൊഴാൻ കൊണ്ടോണം. അവിടെ എന്താ പ്രത്യേക വഴിപാടില്ലേ? തെരളി, പിന്നെ കടുംപായസം. രണ്ടും താഴൂരമ്മയ്ക്ക് പ്രിയാണ്. അത് കഴിഞ്ഞ് ഉദയന്നൂരും മോളെ കൊണ്ടുപോകണം. ഒരു ദിവസം പോവാം. ഇങ്ങനെ പറയുന്ന അല്ലാതെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യോ? പോകാനേ. ഈയിടെ മടി കുറച്ച് കൂടുന്നുണ്ട്. എല്ലാം നാളെന്ന് നീട്ടിവെക്കുക. ഇടയ്ക്ക് ഓഫീസ് കാര്യത്തിൽ താല്പര്യം കാണിച്ചതാ, ഇപ്പൊ അതുമില്ല. എപ്പോഴും വീട്ടിൽ തന്നെ. കാരണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. എന്താണോ അവ കണ്ടെത്തിയ കാരണം? തുമ്പി. കളിച്ചോട്ടാ. മോള് വന്നേ പിന്നെയാ ഈ മടി. എപ്പോഴും ഇവിടെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവണം. അതല്ലേ കാര്യം. ഇൻവെസ്റ്റിഗേഷനിൽ അതാണ് കണ്ടെത്തിയതെങ്കിൽ നിഷേധിക്കുന്നില്ല. ഇക്കണക്കിന് മോളെ സ്കൂളിൽ വിടാൻ തുടങ്ങുമ്പോഴോ? അതോ മോളുടെ കൂട്ടത്തിൽ സ്കൂളിൽ പോയിരിക്കോ? തുമ്പിയെ സ്കൂളിൽ വിടാനോ? അതെന്താ വേണ്ടേ? അതിന്റെ സമയം കണക്കല്ലേ. ഇപ്പോഴേ എന്തിനാ അതൊക്കെ പറയുന്നത്? ഇങ്ങ് തരൂ. ഹലോ, ഉദയ, ആ പറയൂ ജെ പി. അറിഞ്ഞോ? എന്താ? അപ്പാരും വിളിച്ചില്ലേ? എന്താന്ന് പറയൂ. ഇത്തവണത്തെ അക്കാദമി അവാർഡിന് ഉദയന്റെ പേര് പരിഗണനയിലുണ്ട്. ഏയ്, ഉണ്ടെന്നേ. വിശ്വസനീയമായ റിപ്പോർട്ടാ. അതായത് സജീവമായ പരിഗണനയിലുണ്ട്. വന്നോട്ടെ, തിരക്കെന്തിനാ? ഞാൻ വിളിക്കാം ജെ പി. ഓക്കെ. ജെ പി എന്തോ പ്രധാന കാര്യം അറിയിച്ചെന്ന് തോന്നുന്നു. അക്കാദമി അവാർഡിന് എന്റെ പേര് പരിഗണിക്കുന്നുണ്ടത്രേ. ആണോ? ഏയ്, ഉറപ്പല്ല. ജെ പിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇത്തരം വാർത്തകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചിലത് ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ ഇത് വിശ്വസിക്കാം. അവാർഡ് കിട്ടും. അവാർഡല്ല, പേവാർഡാ കിട്ടാൻ പോകുന്നത്. ഹലോ, ജയിപ്പിയാണ് ഉദയ. ആ ടി വി ഒന്ന് വെച്ച് നോക്കിയേ. എന്താണ്? താൻ ടി വി ഓൺ ചെയ്യേ പെട്ടെന്ന്. ശരി, ആ ടി വി ഒന്ന് ഓൺ ചെയ്യും. ഋഷിശൃംഗൻ എന്ന നാടകത്തിന്റെ പേരിലാണ് അവാർഡ്. അതാണോ പറയുന്നത്? നോക്കാം. മലയാള നാടകവേദിയിൽ സമാന്തര പാതയിൽ സഞ്ചരിക്കുന്ന ശ്രീ ഉദയവർമ്മയുടെ രംഗാവതരണങ്ങൾ നേരത്തെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായാണ് ഉദയവർമ്മയ്ക്ക് അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അവാർഡ് അച്ഛന് അവാർഡ് അങ്ങോട്ട് നോക്കി. നമുക്ക് മനസ്സിലാവും ചെയ്തു. ഇന്ന് എന്റെ തുമ്പി കൊണ്ടുവന്ന ഭാഗ്യ. ഇതാരെ കാണുന്ന? ഹലോ, യെസ് യെസ്, താങ്ക് യു. ആ, ഇപ്പഴാ അറിയുന്നത്. നേരത്തെ ജെ പി വിളിച്ചിരുന്നു. ഈശ്വര, എന്നെ അങ്ങ് കൊല്ലും. ഇതെന്തൊരു കഥയാ ജോത്സ്യരെ. കൊച്ചിന് കഷ്ടകാലത്തിന്റെ ഘോഷയാത്രയാണെന്ന് പറഞ്ഞിട്ട് നേരെ മറിച്ചാണല്ലോ സംഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പ്രയോഗം നടത്തിയതിന് ശേഷം നല്ല വാർത്തകള് വണ്ടി പിടിച്ചെത്തിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കും. ഉദയേട്ടന് അവാർഡ് വരെ കിട്ടി. ഞാൻ തന്ന ചരട് കിട്ടിയോ? കെട്ടി. ഭസ്മോ? കൊച്ചിനെ കഴിപ്പിച്ചു. എന്താ പ്രശ്നമെന്ന് പറയൂ ജോത്സ്യരെ.
അബദ്ധായി പോയി. ഏ ക്ഷമിക്കണം, ചരടും ഭസ്മവും മാറിപ്പോയി. ചതിച്ചു. സർവാശ്വര്യ പൂജ നടത്തി വെച്ചിരുന്ന ചരടായിരുന്നു അത്. ആ ചരട് കെട്ടുന്ന ആൾക്ക് മേൽക്കുമേൽ സർവ്വഫലങ്ങളും ഉണ്ടാവും, ഐശ്വര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈശ്വര, ഭസ്മം ഉള്ളിൽ ചെന്നാൽ ഫലം ഇരട്ടിക്കും. കോപ്പി അടിച്ച് ജ്യോതിഷം പാസ്സായ ആളാണോ താൻ? ക്ഷമിക്കണം വർമ്മ സാറേ, ഒരു കയ്യബദ്ധം പറ്റി. ഇനി ഇപ്പൊ എന്ത് ചെയ്യാന്? ആ ചരട് അഴിച്ചു കളഞ്ഞാലോ? പ്രയോജനമില്ല. 7 പകലും 7 രാത്രിയും കുട്ടിയുടെ ശരീരത്തിൽ കിടന്നില്ലേ, ഫലസിദ്ധി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇത് കൊലച്ചതിയായി പോയി. എന്റെ കയ്യിൽ നിന്ന് 500 രൂപ മേടിച്ചിട്ട് പറയുന്ന കേട്ടില്ലേ? കാർത്തിക വിഷമിക്കാതെ എന്തിനും ഒരു പ്രതിവിധി കാണൂലോ. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്ന് ജോത്സ്യര് പറയൂ. പരിഹാരക്രിയുണ്ട്. ശക്തി കൂടിയ 3 ചരട് ഞാൻ ജപിച്ചു തരാം. അരയിൽ കെട്ടിയാ മതി, ദോഷങ്ങൾ ഉറപ്പാണ്. 3 ചരടും കൊച്ചിന്റെ അരയിൽ കെട്ടാനോ? ഒരെണ്ണം കുട്ടിക്ക്, മറ്റ് 2 ചരടുകൾ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. ഞാനിനി ഉദയേട്ടന്റെ നന്ദനയുടെ അരയിൽ ചരട് കെട്ടാൻ പോണോ? ജോത്സൻ ഒരു കാര്യം ചെയ്, നന്നായി ജപിച്ച് അത് സ്വന്തം അരയിൽ കെട്ടിക്കും. വാ പ്രതാപേട്ട. വെളിയിലൊരു ബോർഡ് വെച്ചിട്ടില്ലേ, അതിന്മേൽ ജ്യോതിഷ രത്നം എന്ന് എഴുതിയത് മാറ്റണം. ജ്യോതിഷ പരാജയം എന്ന് മാറ്റണം. കേട്ടല്ലോ മുണ്ടക്കൽ ശേഖര ജ്യോത്സ്യരെ. ഓരോ അവാർഡും ഓരോ അംഗീകാരമാണ് ഉദയ. കലാകാരനത് അർഹിക്കുന്നുമുണ്ട്. ഞാനത് എഗ്രി ചെയ്യുന്നു. പക്ഷെ അതിന്റെ പേരിലുള്ള ഈ സ്വീകരണങ്ങൾ, അനുമോദന സമ്മേളനങ്ങൾ, ആലോചിക്കാൻ പോലും വയ്യ. ആളുകൾ ഇതൊക്കെ ആഘോഷാക്കുന്ന എന്തിനാ? അതവരുടെ അവകാശമാണെന്ന് കൂട്ടിക്കൊള്ളൂ. മെയിൻ സ്ട്രീം സിനിമയിലുള്ള 2 നടന്മാർക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ലേ? 1 വർഷത്തോളം സമയം അവർക്ക് പിന്നെ എല്ലാ ദിവസവും സ്വീകരണങ്ങളായിരുന്നു. 3000-ഓളം സ്വീകരണ മീറ്റിങ്ങുകളിൽ പോകേണ്ടി വന്നു എന്നാണ് ഒരു ആക്ടർ പറഞ്ഞത്. അത്രയും സമയം അയാൾക്ക് അഭിനയിക്കാൻ കഴിയാതെ വന്നില്ലേ? എന്റെ ഉദയ, നമ്മുടെ പബ്ലിക്കിന് എല്ലാം ആഘോഷമാക്കാനാണ് താല്പര്യം. പ്രതിഷേധ ഹർത്താലുകൾ പോലും ഫലത്തിൽ ആഘോഷമാക്കി മാറ്റുകയല്ലേ. ഓരോ ഹർത്താലിന്റെയും തലേ ദിവസം ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് എവിടെയാ? ചിക്കൻ സെന്ററിന്റെയും ബിവറേജ് ഔട്ട്ലെറ്റിന്റെയും മുമ്പിലല്ലേ. തിന്നും കുടിച്ചുമാണ് ജനം പ്രതികരിക്കുന്നത്. അത് കേരള സ്റ്റൈൽ. ആ സ്റ്റൈലിന് നിന്ന് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ അവാർഡിന്റെ പേരിലുള്ള അനുമോദന ചടങ്ങുകളിലേക്ക് ദയവ് ഇത് എന്നെ വലിച്ചടക്കില്ല JP. ഞാൻ വരില്ല, പിന്നെ മുഷിയേണ്ടി വരും. പക്ഷേ നമ്മുടെ കൂട്ടായ്മയായ നാടകപ്പുരയുടെ ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിനു പങ്കെടുത്തേ പറ്റൂ. അവിടെ ഞാനുണ്ടാവും. ഓക്കെ. പുരസ്കാരങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുകയല്ല ഞാൻ. തീർച്ചയായും അത് അംഗീകാരവും പ്രചോദനവുമാണ്. ഒരേ മെറിറ്റുള്ള അനേകം പേരിൽ നിന്ന് 1-2 പേരെയാണ് അവാർഡിന് തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായും അതിൻ്റെ മൂല്യത്തെ ഒരു കലാകാരൻ മാനിക്കണം. കാരണം മനസ്സുകൊണ്ട് അംഗീകാരം ആഗ്രഹിക്കാത്ത ഒരു കലാകാരനുമില്ല. അതുകൊണ്ടാണല്ലോ അയാൾ സദസ്സിന് മുന്നിൽ അവതരണം നടത്തുന്നത്. ആത്മസായുജ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ വീട്ടിൽ മുറിയടച്ച് കണ്ണാടിയുടെ മുന്നിൽ പെർഫോം ചെയ്താൽ പോരെ? അത് കറക്റ്റ്. എന്നാൽ ഏതൊരു അവാർഡിനേക്കാളും ഞാൻ വിലമതിക്കുന്നൊരു കാര്യമുണ്ട്. മുമ്പിലിരിക്കുന്ന പ്രേക്ഷകന്റെ പ്രതികരണങ്ങൾ. സ്റ്റേജിൽ നമ്മുടെ ശബ്ദമുയരുമ്പോഴും കണ്ണു നിറയുമ്പോഴും വാക്കുകൾ ഇടറുമ്പോഴും സദസ്സിലെ ചില കണ്ണുകൾ തിളങ്ങും. മങ്ങിയ വെളിച്ചത്തിൽ ആ തിളക്കം നമുക്ക് കാണാം. അതാണ് JP ഒരു നടന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു തരത്തിലാണ്. ലോകമുറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് അക്ഷരങ്ങളെ കൊണ്ട് അയാൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പുതിയ ലോകമുണ്ട്. ആരൊക്കെയാണ് തൻ്റെ രചനകൾ വായിക്കുന്നതെന്ന് അയാൾ കാണുന്നില്ല. അയാൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് ആ പുസ്തകങ്ങൾ വായിച്ച് അതിൽ ലയിക്കുന്ന ഏതൊക്കെയോ മനുഷ്യർ. കാണാമറയത്തുള്ള അവരുടെ നെടുവീർപ്പുകളും കണ്ണുനീർ തിളക്കവുമാണ്
എഴുത്തുകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം. പൂർണ്ണമായിട്ടും യോജിക്കുന്നു ഞാൻ. സാമാന്യജനം അത്രയൊന്നും ആലോചിക്കാറില്ല. അവർക്ക് കലാകാരന്മാർ ആഘോഷത്തിന്റെ ഭാഗമാണ്. ഉദയനതിന് നിന്നുകൊടുക്കണ്ട. പക്ഷേ എനിക്കൊരു പരാതിയുണ്ട്. പുതിയ നാടകത്തിന്റെ പണിപ്പുരയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ സ്ക്രിപ്റ്റിൽ കാര്യമായിട്ടൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. എഴുത്ത് തുടങ്ങിയില്ല അല്ലേ? ഇല്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുമ്പി എന്താ ശരിയല്ലേ? മനസ്സ് നിറയെ തുമ്പിയാണ്. ആ കുഞ്ഞിന്റെ ചിരി, കൊഞ്ചൽ, കൊച്ചു വർത്തമാനങ്ങൾ. കുറച്ച് ദിവസം കൂടി ഞാനത് എൻജോയ് ചെയ്യട്ടെ ജെ പി. സാഹിത്യ ഭാഷയിൽ പറഞ്ഞ വൈകി വന്ന വസന്തമല്ലേ. എന്നിട്ട് അടുത്ത നാടകത്തിന്റെ എഴുത്തിലേക്ക് കടക്കും. ഉഴപ്പരുത്. ഇല്ലെന്നേ, പ്രോമിസ്. നാടകന്റെ ഐഡന്റിറ്റിയാണ്, എനിക്കതറിയാം. അതേസമയം തുമ്പി എൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷയാണ്. ഐഡന്റിറ്റിയെ പോലും നിലനിർത്തുന്ന പ്രതീക്ഷ. അതും ഞാൻ തിരിച്ചറിയുന്നു.